മലപ്പുറം ചെമ്മാട് വൻ സ്ഫോടക ശേഖരം പിടികൂടി. ചെമ്മാട് കോഴിക്കോട് റോഡിൽ ഫർഹ ഹോളോബ്രിക്സ് കമ്പനിക്കുള്ളിൽ ലോറിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഉള്ളിച്ചാക്കുകൾക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ. പാറമടയിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പിടികൂടിയത് എന്ന് ബോംബ് സ്ക്വാഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. നോണൽ അഥവാ ഷോർട്ട് ട്യൂബ്, സൺ 90 ജെൽ, എക്സ്പ്ലോസീവ് സ്റ്റിക്ക് എന്നിവയാണ് പിടികൂടിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരും ശിവദാസ് കന്മനവും ചേരുകയാണ്. ആദ്യം ശിവദാസ് കന്മനത്തിലേക്കാണ് പോകുന്നത്. ശിവദാസ്, കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തണ്ണിമത്തനിടയിൽ നിന്നാണ് സ്ഫോടക ശേഖരം പിടികൂടിയത്. ഇപ്പോൾ ലോറിയിൽ സൂക്ഷിച്ച നിലയിൽ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ നിന്ന് സ്ഫോടക ശേഖരം പിടികൂടിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്? ഏറെ ദുരൂഹതയുള്ള ഒരു സംഭവം കൂടിയാണ് ഇത്. ഇന്നലെ രാത്രിയിലാണ് തിരൂരങ്ങാടി പോലീസ് ഈ ഒരു വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയിരിക്കുന്നത്. തിരൂരങ്ങാടിയിലെ ഒരു ഹോളോബ്രിക്സ് സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വൻ സ്ഫോടക വസ്തു പിടികൂടിയിരിക്കുന്നത്. ഒരു ലോറിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. ഉള്ളിച്ചാക്ക് നിറച്ച ലോറിയായിരുന്നു. ഈ ലോറി ഈ ഒരു ഹോളോബ്രിക്സ് സ്ഥാപനത്തിൽ നിർത്തിയിട്ടതായിരുന്നു. പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തി. ഈ മുകളിൽ ഉണ്ടായിരുന്ന 130ഓളം ഉള്ളിച്ചാക്കുകൾ അത് മാറ്റി ഇതിന് താഴെയാണ് ബോക്സുകളിലായി ഇത്തരത്തിൽ വൻ രീതിയിലുള്ള സ്ഫോടക വസ്തു നിറച്ചിരിക്കുന്നത്. ഡിറ്റനേറ്ററും അതോടൊപ്പം തന്നെ മറ്റു അനുബന്ധ വസ്തുക്കളും അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. KL10BF 8395 എന്ന നമ്പറിൽ ഉള്ള ലോറിയാണ്. ഈ ലോറിയിൽ ആയിരുന്നു ഇത്തരത്തിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത്. ഈ ലോറി നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ജീവനക്കാരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇത് പരിശോധിക്കുന്നത് കണ്ടപ്പോൾ ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സൺ 19448 അതിന്റെ ഒരു ബോക്സിൽ 200 പീസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സൺ ഡച്ച് 35 ബോക്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ബോക്സിൽ 300 എണ്ണം ഉണ്ടായിരുന്നു. ഇങ്ങനെ വൻ രീതിയിലുള്ള സ്ഫോടക വസ്തു ശേഖരമാണ് ഇവിടെ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള ആളുകളെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റിലാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നിന്നും ഇത്തരത്തിൽ തണ്ണിമത്തൻ കൊണ്ടുവന്ന ലോറിയിൽ നിന്നും ഇത്തരത്തിൽ സ്ഫോടക വസ്തു പിടികൂടിയിരുന്നു. അപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ കേരളത്തിൽ വൻ പല ഇടങ്ങളിലും സ്ഫോടക വസ്തുക്കൾ എത്തി അത് പിടികൂടിയിരുന്നു. നിലവിൽ ബോംബ് സ്ക്വാഡ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇത് ക്വാറിയിലേക്ക് കൊണ്ടുവന്നതാണ് എന്നാണ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ ഈ സംഭവത്തിൽ ദുരൂഹത ഉണ്ട്. കാരണം അനധികൃതമായാണ് ഇത് എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വൻ രീതിയിലുള്ള സ്ഫോടക വസ്തു, വലിയ രീതിയിൽ സ്ഫോടന ശേഷിയുള്ള. ശിവദാസ്, നമുക്ക് അരുൺ ആലത്തൂരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരുൺ, ശിവദാസ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് മലപ്പുറത്ത് നിന്ന് വൻ സ്ഫോടക ശേഖരം പിടികൂടിയിട്ടുണ്ട്. അതും ഒരു ഹോളോബ്രിക്സ് സ്ഥാപനത്തിൽ, ഫർഹ എന്ന സ്ഥാപനത്തിന്റെ ഒരു ഗോഡൌണിൽ ലോറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്ഫോടക ശേഖരം. ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായത്. പാലക്കാട് ഈ തണ്ണിമത്തൻ കൊണ്ടുവന്നതിനിടയിലാണ് ഇത്തരത്തിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടുന്നത്. ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് അരുൺ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്? കാരണം അന്ന് കേന്ദ്ര ഏജൻസികളടക്കം ഈ വിഷയത്തിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു, വിവരങ്ങൾ തേടിയിരുന്നു. ഈ അന്ന് പിടികൂടിയ സെന്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ IBയും ക്യൂബ്രാഞ്ചും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അതോടൊപ്പം തന്നെ ഇന്നത്തെ സംഭവവുമായി എങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കണം അരുൺ? രാഖി, തുടർച്ചയായിട്ട് സംസ്ഥാനത്തേക്ക് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം 3 ദിവസം മുൻപാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് മുൻവശത്ത് നിന്ന് അവിടെ ഒരു മിനി പിക്കപ്പ് വാനിൽ നിന്നുമാണ് ഈ സ്ഫോടക ശേഖരം പിടികൂടിയിരുന്നത്. പാലക്കാട്ടെ ഈ തണ്ണിമത്തൻ ലോറിയാണ്, അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത്. ഏകദേശം 100-ലേറെ ബോക്സുകളിലായിട്ട് ഡിറ്റനേറ്ററുകളും അതുപോലെ തന്നെ ജെലാറ്റിൻ സ്റ്റിക്കുകളും വയറുകളും ഒക്കെ ആയിരുന്നു കണ്ടെത്തി. പാലക്കാട് ഈ വാഹനം കൊണ്ടുവന്നതിൻ്റെ രീതി പരിശോധിക്കുന്ന സമയത്ത് അതിൽ തന്നെ വലിയ ദുരൂഹത ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്നാണ് പാലക്കാട്ടേക്ക് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് സേലം വരെ ലോറി വാഹനം ഓടിച്ചിരുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അവിടെ നിന്നും മറ്റൊരു വ്യക്തിക്ക് വാഹനം കൈമാറുന്നു. പിന്നീട് സേലത്ത് നിന്ന് കോയമ്പത്തൂർ വരെ വാഹനം ഓടിക്കുന്നത് വേറൊരു വ്യക്തിയാണ്. അതിനുശേഷം കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വരെയാണ് തന്നോട് വാഹനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അന്ന്
നിന്ന് പിടിയിലായ സെന്തിൽകുമാർ എന്ന വ്യക്തി പറഞ്ഞത്. ഏതായാലും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി എന്നുള്ളതാണ് അന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. NIA ഉൾപ്പെടെ ഇതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ സവോളകൾക്കുള്ളിൽ ഉള്ളിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഈ സ്ഫോടക വസ്തുക്കൾ മലപ്പുറത്തെ ചെമ്മാട് നിന്ന് പിടിയിലാവുന്നത്. അതിൽ തന്നെ ഈ ഫർഹ എന്ന സ്ഥാപനം ഹോളോബ്രിക്സ് നിർമ്മിക്കാൻ എന്ന പേരിൽ അവിടെ പ്രവർത്തിക്കുന്നു. അതിനുള്ളിൽ നിർത്തിയിട്ടിരുന്ന വാഹനമാണ് ഇത് എന്ന് പറയുമ്പോൾ അതിൽ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്വാറികളിലേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇത്രയും വലിയ ശേഖരം സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് ഈ ക്വാറികളിലേക്ക് ഇങ്ങനെ കടത്തുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസും അന്വേഷണ സംഘവും ഏതായാലും അത് പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ NIA പോലുള്ള ഏജൻസികൾ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് രാഖി. ശരി അരുൺ, എന്തായാലും ഇന്ന് മലപ്പുറത്ത് നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. വലിയൊരു ശേഖരമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അരുൺ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ പാലക്കാടും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികൾ വിഷയം കൃത്യമായി തന്നെ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്, അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, വിവരങ്ങൾ തേടുന്നുണ്ട് എന്നുള്ളതാണ്.